ഹലോ അസ്സാം വലൈക്കും. ഷിൻസിസ് വ്ളോഗ് എന്ന നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നെയ്ച്ചോറ് വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾക്കിന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയ നെയ്ച്ചോറായിരുന്നു കേട്ടോ. അപ്പോൾ ആ നെയ്ച്ചോറ് വെച്ചിട്ട് ഞാനിന്ന് അതൊന്ന് ചിക്കൻ ബിരിയാണി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ നമുക്ക് മസാല പുരട്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് മസാല പുരട്ടിയിട്ടൊന്ന് എടുത്ത് വെക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ പീസൊന്നും അല്ല കേട്ടോ, കുറച്ച് കുഞ്ഞു പീസുകളാക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ വലിയ പീസാക്കിയിട്ടൊന്നും മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ചെയ്യാറ് കേട്ടോ. ബിരിയാണിയിലാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം കഴിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും കൂടെ ചതച്ചതാണ് കേട്ടോ. ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒരു ലേശം വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം വിനാഗിരി കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനുള്ള മസാല മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർക്കുക. ഇനി നമുക്കൊരു ലേശം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തട്ടെ, എല്ലാ പീസിലൊന്ന് പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇനി ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്നോട്ടെ, ഫ്രിഡ്ജിലേക്ക് വെച്ചാലും മതി. അപ്പം അതെല്ലാം എന്ന് വെച്ചെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും ഇരുന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനും ഒരു 15 മിനിറ്റാണ് വെക്കുന്നുള്ളൂ. സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും വെച്ചോട്ടെ കേട്ടോ. ഞാൻ ചിക്കന് മസാല പുരട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നോക്കുകയാണേ. ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കോരി മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവൻ ചിക്കൻ പീസും ഞാനൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ മുഴുവനും വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഇതാണ്. അപ്പോൾ അത് മുഴുവനൊന്നും ഞാൻ ഇടില്ല. അപ്പോൾ നമുക്ക് പാകത്തിനുള്ളത് കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ നെയ്ച്ചോറ് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് കല്യാണം ഉണ്ടായിരുന്നേ. അപ്പോൾ സദ്യയായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി നെയ്ച്ചോറ് അങ്ങനെ മക്കളങ്ങനെ കണ്ട് കഴിക്കില്ല. ഉച്ചക്കാണെങ്കിൽ പിന്നെ ഒരു ലേശമൊക്കെ കഴിക്കുള്ളൂ. രാത്രി അങ്ങനെ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ബിരിയാണി ആക്കിയാൽ കഴിച്ചോളും. കുറച്ചൊക്കെ കഴിക്കുള്ളൂ. ഇപ്പോൾ രാത്രി ചോറ് പരിപാടിയൊന്നും ഇഷ്ടമല്ല ആർക്കും. അപ്പോൾ രാത്രി എന്തെങ്കിലുമൊക്കെ കടിക്കാനായിട്ട് തന്നെ വേണം മക്കൾക്ക്. ഇപ്പം എന്തായാലും ഞാൻ നെയ്ച്ചോറുണ്ട്, നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയതുമാണല്ലോ. അപ്പം എന്നാൽ ബിരിയാണി ആക്കിയാൽ കുറച്ചൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനും ഇടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇത് വെക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു ലേശം നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ടും നെയ്യ് ചേർക്കണ്ട. നമുക്ക് നെയ്ച്ചോറിൽ നെയ്യുടെ ഇതുള്ളത് കാരണം
ഓവറായിട്ട് വേണ്ട. അപ്പോൾ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്തിട്ടുള്ള ആ ഒരു ഓയിൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊരു ലേശം ചേർത്ത് കൊടുക്കാം. ഇത് മതിയാവും. അപ്പോൾ നമുക്ക് ചിക്കൻ വറുത്തിട്ടുള്ള ആ ഒരു എണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ സവോള, അതൊരു 3 സവോള ഉണ്ട്. അപ്പോൾ ചിന്നുമാണ് സവോള അരിഞ്ഞത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കട്ടിയിലാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ കൈ വെച്ച് തിരുമ്മിയിട്ട് വേറെ ആക്കിയതാണ്. അപ്പോൾ ഒരു 3 സവോള ഉണ്ട്. 3 സവോള ഉണ്ട്. അതുപോലെ 2 വലിയ തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി അത്യാവശ്യം വലിപ്പവും കനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഈ സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഓവറായിട്ട് മസാല ഒന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഒരു ലേശം സവോളനെ ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളത് മുഴുവൻ വലിയ വലിയ പീസുകളാണ്, അതുകൊണ്ട് കൈ വെച്ചൊന്ന് തിരുമ്മിയിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ഈ സവോള ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ഓവർ ആവണ്ട. നമ്മൾ നെയ്ച്ചോറാണ്, അപ്പോൾ നെയ്ച്ചോറിൽ ഉപ്പുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. സാധാരണ നമുക്ക് നബിദിനത്തിനൊക്കെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നെയ്ച്ചോറായിട്ട് തന്നെ കഴിക്കും. അതുപോലെ രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ബാക്കി ഉണ്ടെന്നെങ്കിൽ ഞാനിതുപോലെ നെയ്ച്ചോറ് വെച്ച് ബിരിയാണി ആക്കി കൊടുക്കും കേട്ടോ മക്കൾക്ക്. അപ്പം ഇനിയിപ്പോൾ ഇറച്ചി, ഇപ്പോൾ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിലും മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് അതിന് മുട്ട പുഴുങ്ങിയിട്ട് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അവർ കഴിക്കും. അപ്പം ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു 3 വലിയ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാട്ടോ അടിച്ചെടുത്തത്. അപ്പോൾ ഇതൊരു 3ഉം ചതച്ചെടുക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പം ഞാനിതാ ഉള്ളി നല്ലൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. അതുപോലെ നമ്മൾ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഒക്കെ ഇടുമല്ലോ, അപ്പോൾ അത് ഞാൻ ഇടുന്നില്ല കേട്ടോ. നമുക്ക് നെയ്ച്ചോറിൽ തന്നെ ഉണ്ടാവും. ഇതെല്ലാം നെയ്ച്ചോറിലുണ്ട്, അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് മൂത്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ കനയില്ലാണ്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരുപാട് കനത്തിൽ കിടക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ മസാല ഒക്കെ നല്ലൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ അരിഞ്ഞിട്ടുള്ളത് ലേശം ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ലെയറിലിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ടീസ്പൂൺ, 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. അതുപോലെ ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ഈ 1 ടീസ്പൂണിന് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിക്കാം. നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പൊടികൾ ഇട്ട് കൊടുത്തത് കേട്ടോ. നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലാണ് കേട്ടോ വെള്ളം. അതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന്
ചുവറ്റി എടുത്തിട്ടുള്ളതാണ്. അപ്പം അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഉണ്ടല്ലോ, അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഉപ്പ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ, ഉപ്പ് കുറവുണ്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കണം. നമുക്ക് നെയ്ച്ചോറ് ചേർക്കുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ അതൊന്ന് വീഡിയോ എടുത്താണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചവരും ഉണ്ടാവും. ഇത് നല്ലൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് മസാലയും ചിക്കനും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മസാല ഒക്കെ ഈ ഒരു കുക്കറിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, ഗ്യാസ് ഓൺ തന്നെയാണ്. അപ്പം ഞാനിതാ ഈ മസാല എല്ലാം കൂടെ ഒഴിവാക്കുകയാണ്. ഇതിന്ന് ഗ്യാസ് ഫുള്ള് കുറച്ച് വെച്ചിട്ട് കുക്കറിൽ നിന്ന് ഒഴിവാക്കുക. അത് ഈ ഒരു ഗ്രേവി മാത്രം ഞാൻ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെയ്ച്ചോറ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഇടുകയാണ് കേട്ടോ. ആദ്യം അടിഭാഗത്ത് കുറച്ചിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് വീണ്ടും കത്തിക്കണ്ടേ എന്നുള്ള മടിയുള്ളവർക്ക് ഇതേമാതിരി ചെയ്യാം. നമുക്ക് അടിയിൽ എന്തെങ്കിലും ഒരു തവ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. ഇപ്പം നമുക്ക് വല്ല ദോശക്കല്ലോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും വല്ല പാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ വേണം ഈ കുക്കർ വെക്കാനായിട്ട് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ചോറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം. ഞാനിത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കനും മസാലയും കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. മുഴുവനും ഇടണ്ട കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇത്രയും മതിയാകും. ഇനി കുറച്ച് ചോറിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും അധികം ചോറൊന്നും നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് അപ്പുറത്തൊക്കെ കൊടുക്കാമല്ലോ, അതാണ്. അപ്പം ബിരിയാണി ആയിട്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നെയ്ച്ചോറാകുമ്പോൾ അങ്ങനെ എല്ലാവരും കഴിച്ചോളണമെന്നില്ല. പിന്നെ നമ്മൾ നെയ്ച്ചോറാകുമ്പോൾ അതിലേക്ക് കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം അതിൽ എളുപ്പം ഇങ്ങനെയല്ലേ, ചിക്കൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ മൊസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബാക്കിയുള്ള മസാല ഞാൻ നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടണം എന്നില്ല. ലാസ്റ്റ് നമ്മൾ മസാല ഇട്ടല്ലോ, അപ്പം അതിൽ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം നെയ്ച്ചോറ് കഴിക്കുന്നവർക്ക് ഇതിന് വേണമെങ്കിൽ കഷ്ണം എടുക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മേലെ വെച്ചതാണേ. ഞാൻ മുഴുവൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ലെയറൊക്കെ ആക്കി ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇടേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇത് ആ ലെയറിൽ ഇട്ട് കൊടുത്താലാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ മൊത്തം നമ്മളുടെ ചോറിൽ കിട്ടുള്ളൂ. അപ്പം ഞാൻ എന്തായാലും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ മേലെ.
അതുപോലെ വലിയ ആർഭാടം ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല. അപ്പം അതെല്ലാം നമ്മളുടെ നെയ്ച്ചോറിലുള്ളതാണ്. അപ്പം അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ പഴയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുക്കർ കയറ്റി വെച്ച് കൊടുക്കാം. അപ്പം അതിൻ്റെ മുന്നേ ഈ പാൻ ഒന്ന് ചൂടാവണം കേട്ടോ. ചൂടാക്കിയ ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ വെച്ചിട്ടുള്ള പാന് ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിതാ കുക്കറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ഇതാ നമുക്ക് വിസിൽ വേണ്ട, ഇത് ഊരിയെടുക്കാം. അപ്പം അതിൻ്റെ വിസിൽ ഊരിയിട്ടുണ്ട്. ഇനി ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 ഒരു 20 മിനിറ്റ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോവണ്ട, ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോഴത്തേക്കും നമ്മളുടെ മസാലയും അതിലത്തെ നെയ്യും എല്ലാം നമ്മുടെ ചോറിൽ ഇറങ്ങി സെറ്റായിട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഡയറക്റ്റായിട്ട് ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇറക്കി കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. ഒരുപാട് ഫ്ലെയിം ആയിട്ടുണ്ടെങ്കിൽ അതിൽ അടിക്ക് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. മേലത്തെ 2-3 പീസ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ നെയ്ച്ചോറ് കഴിക്കുമ്പോൾ അതിൽ കറിയുടെ കൂടെ കൊടുക്കാനാണ്. പിന്നെ അതാ നമ്മളുടെ ചോറ് അടിപൊളിയായിട്ടുള്ള നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടുള്ള ബിരിയാണിയാണെന്ന് ആരും പറയില്ല കേട്ടോ. ഇത് കഴിക്കുമ്പോഴും അറിയില്ല, ഇത് കാണുമ്പോഴും അറിയില്ല. കണ്ടോ എങ്ങനെയുണ്ട് നമ്മളുടെ നെയ്ച്ചോറ് വെച്ചിട്ടുള്ള ബിരിയാണി? നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നെയ്ച്ചോറൊക്കെ കിട്ടുന്ന സമയത്ത്, ഇപ്പം നെയ്ച്ചോറുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെയ്ച്ചോറ് വെച്ച സമയത്ത് തന്നെ നെയ്ച്ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി തന്നെയാണ്. ഇപ്പം നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് ചെയ്തതാണ് എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ല അതിന് കേട്ടോ. പിന്നെ ഒരുപാട് ആർഭാടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ഇട്ടെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമല്ലല്ലോ. നമുക്ക് നെയ്ച്ചോറ് വെച്ചിട്ട് പെട്ടെന്ന് വേറെ ഒന്നും ചേർക്കാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കണതല്ലേ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ ഗ്രാമ്പ്, പട്ട, ഏലക്ക ഇതെല്ലാം നമ്മുടെ ഈ നെയ്ച്ചോറിൽ അത്യാവശ്യം ഉണ്ടാവും. നമുക്ക് പള്ളിക്കന്ന് കൊണ്ടുവരുമ്പോൾ കണ്ടിട്ടുണ്ട്, അതിൽ നല്ല ഉണ്ടാവും. അതുകൊണ്ട് അതും ചേർത്തിട്ടില്ല. അപ്പോൾ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതിലുള്ളത് വെച്ചിട്ട് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുത്തു. അപ്പോൾ ഈ ചിക്കൻക്ക് പകരം നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ബീഫ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ബീഫ് ആദ്യം നമ്മൾ ബീഫ് വേവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വേവിച്ച ബീഫിന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ, ആ വെള്ളത്തിന് പകരം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ് കേട്ടോ. ആ വെള്ളത്തിന് പകരം ഒരു ലേശം 1/2 ഗ്ലാസ് തൈര്, ഒരു 1/4 ഗ്ലാസ് തൈര്, നമുക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു അളവ് പറയുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നമുക്ക് ആ ബീഫ് ഇട്ടിട്ട് അതൊന്നൊരു മസാല പോലെ ഒരു ഗ്രേവി ആക്കിയിട്ട് എടുക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി കഴിച്ച് നോക്കി നോക്കുക അങ്ങനെയൊക്കെ. അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കുറഞ്ഞ ചിലവ്, കൂടുതലായിട്ട് ഒരു ചിലവും ചെയ്യാണ്ട് നമുക്ക് നെയ്ച്ചോറ് വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ വരുന്ന പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മളുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കുക. അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.